ഹലോ ഗായ്സ്, പതിവ് പോലെ തന്നെ അതിരാവിലെ SIT ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാനും കൊച്ചും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നും എല്ലാവരും കൂടെയാണ് വരുന്നതെങ്കിൽ ഇന്ന് ഞാനും കൊച്ചും മാത്രമാണ് ഉണ്ടായിരുന്നത്. രാവിലെ ബ്രദർ കൊണ്ടാക്കി തന്നിട്ട് പോയി. രാവിലെ 7:30 മണിക്കുള്ള തിരക്കാണ് ഗൈസ് ഈ കാണുന്നത്. ഈ ഇരിക്കുന്നവരെല്ലാം ക്യൂവിലുള്ളവരാണ്. ഇത്രയും പേരെ താണ്ടിയല്ലേ ഞാൻ അകത്ത് കയറേണ്ടത്. 8 മണിക്ക് വന്നോ 10 മണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് 8 മണിക്കുള്ള ക്യൂ തീർന്നത് തന്നെ 9 മണിയായി. അങ്ങനെ ക്യൂവിൽ കയറി നിന്നതിന് ശേഷം അടുത്തുള്ള ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ഇവിടെ ഞാനുണ്ടേ എന്ന് പറഞ്ഞിട്ട് വന്ന് രാവിലെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ദോശയും അവൾക്ക് കൊടുത്തതിന് ശേഷം ഇത്രയും ക്യൂവും താണ്ടി മേളിലെത്തിയപ്പോൾ 9 മണിക്ക് മേളിലെത്തിയപ്പോഴത്തേക്ക് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു സമാധാനം. അങ്ങനെ അവളെ പിടിച്ചിരുത്തി ബ്ലഡൊക്കെ എടുത്തു. വിരളിൽ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ ഇച്ചിരി ആശ്വാസം കിട്ടിയില്ലായിരുന്നെങ്കിൽ കുറച്ച് നിലവിളിയും ബഹളവും ഒക്കെ കൂടെ കേൾക്കാമായിരുന്നു. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു 2 മണിക്കൂർ എടുത്ത വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു സമയം കൊണ്ട് അവൾക്കൊരു വലിയ നിലവിളിയൊന്നും ഇല്ലാതെ മുക്കിയും മൂളിയും കരഞ്ഞുകൊണ്ട് അവൾക്ക് ഞാനൊരു ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുത്ത് ഞാനൊരു ചായയും വടയൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കിയിരുന്ന ദോശയും കൂടെ അവൾക്ക് എടുത്ത് കൊടുത്ത് കുറച്ച് സമയം ഒരു മണിക്കൂറോളം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നല്ല കാറ്റൊക്കെ കൊണ്ടിരുന്നതിന് ശേഷം റിസൾട്ട് ആവാതെ കയറി ചെന്ന് അവരെ വായിലിരിക്കണം. പള്ളിവിളി കേൾക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പേടിച്ച് അകത്ത് പോയി ചോദിച്ചപ്പോൾ റിസൾട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂർ തന്നെ റെഡിയായി. അങ്ങനെ ഞാൻ നേരെ ചെന്ന് ഡോക്ടറെ കാണാൻ പോയപ്പോഴത്തേക്ക് അടുത്തതാ കിടക്കുന്ന അവിടത്തെ ക്യൂ. എവിടെ നോക്കിയാലും തിരക്ക് ക്യൂ മാത്രമേ ഈ SITയിൽ പോയാൽ ഉണ്ടാവത്തുള്ളൂ ഗൈസ്. അങ്ങനെ അതും കഴിഞ്ഞ് ഡോക്ടറെയൊക്കെ കണ്ട് റിപ്പോർട്ടൊക്കെ കാണിച്ച് കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി ഒരു പഴം കൊണ്ടുവന്നത് അവളെ കൊണ്ട് കഴിപ്പിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള എത്തി. അങ്ങനെ നമ്മൾ കയറി വീട്ടിലോട്ട് പോയി ഗൈസ്. അത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.